ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെറുകിട മെഡിക്കൽ കടകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള ഐറ്റം മാസ്റ്ററിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ ചെലുത്താം. നമ്മൾ അറിയുന്ന പോലെ തന്നെ ഐറ്റം മാസ്റ്റർ എപ്പോഴും നമ്മുടെ ഐറ്റംസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോഡ്യൂളാണ്. അപ്പോൾ നമ്മൾ ആ ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് ഐറ്റം മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലൊരു ഇൻ്റർഫേസ് കാണാനായിട്ട് പറ്റും. ആദ്യമേ നമ്മളതിൻ്റെ ബിൽ നമ്പർ അടിക്കുക, അത് ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഇൻവോയ്സ് നമ്പർ അടിക്കുക, പർച്ചേസ് ഡേറ്റ് അടിക്കുക, ഡീലറിൻ്റെ പേര്, അതുപോലെ തന്നെ അതിൻ്റെ സീരിയൽ നമ്പർ, ബാച്ച്, എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറർ, ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി, പാക്ക്, ക്വാണ്ടിറ്റി, MRP, HSN, അതുപോലെ തന്നെ പർച്ചേസ് പ്രൈസ്, അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ടാക്സ്, പിന്നെ ഒടുവിൽ അതിൻ്റെ യൂണിറ്റ് പ്രൈസ്. അപ്പോൾ അത് GST മൾട്ടി ടാക്സ് ആയതുകൊണ്ട് MRPനെക്കാട്ടും കുറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് പ്രൈസ് ആയിരിക്കണം അതിൽ ഉണ്ടായിരിക്കേണ്ടത്. കാരണം ആ യൂണിറ്റ് പ്രൈസാണ് നമ്മൾ ബില്ലിൽ കൊണ്ടുവരുന്നത്, MRP അല്ല. കാരണം GST മൾട്ടി ടാക്സിൽ അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. MRP റേറ്റിന് നമുക്ക് വിൽക്കാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടോട്ടൽ അവിടെ എത്തിയതിന് ശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഡാറ്റയായിട്ട് അത് സേവ് ആവുന്നതാണ്. അപ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പർച്ചേസ് ഇൻ്റർഫേസാണ്. ഏതെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈൻ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് എഡിറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് എഡിറ്റ് ആവുന്നതാണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ബില്ല് ക്ലോസ് ചെയ്യുക. നമ്മൾ ബില്ല് ക്ലോസ് ചെയ്യുന്ന സെക്ഷനിൽ നമ്മൾ വരുമ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് പേയ്മെൻറ്റ് അവിടെ ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് മെൻഷൻ ചെയ്തിട്ട് അപ്ഡേറ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിലേക്ക് അത് അപ്ഡേറ്റ് ആവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ലെഡ്ജർ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ്പെൻസ് ആയിട്ട് അത് കാണിക്കുന്നുമുണ്ട്. കാരണം നമ്മൾ റെഡി ക്യാഷ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് ഒരു ക്രെഡിറ്റ് പർച്ചേസ് ബിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ സെർച്ച് ഓപ്ഷനാണ് നോക്കുന്നത്. ബിൽ നമ്പറിൻ്റെ കീഴിൽ വരുന്നതാണ് ഇൻവോയ്സ് നമ്പർ. ആ ഇൻവോയ്സ് നമ്പറിൻ്റെ കീഴിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ കാണാവുന്നതാണ്. ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കാണ്, ഇൻവോയ്സ് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്യാൻ പറ്റും. ഇൻവോയ്സ് വെച്ച് സെർച്ച് ചെയ്യാം, ഡീലർ വെച്ച് സെർച്ച് ചെയ്യാം, മാനുഫാക്ചർ വെച്ച് സെർച്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാറ്റഗറി സെർച്ച് ഓപ്ഷൻ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു പർച്ചേസ് ബിൽ അടിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ് പർച്ചേസാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ അടിച്ചു. പിന്നെ അതിൻ്റെ മാനുഫാക്ചറർ, ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി, പാക്ക്, ക്വാണ്ടിറ്റി, MRP, അതുപോലെ തന്നെ HSN, പർച്ചേസ് പ്രൈസ് അതിൻ്റെ മറ്റു ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രെഡിറ്റ് എന്ന് കൊടുക്കുക, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡാറ്റ ആയിട്ടത് ക്രെഡിറ്റ് മാനേജിൻ്റെ അകത്ത് ഒരു ഹെഡ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ക്രെഡിറ്റ് മാനേജിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് നമുക്കവിടെ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ഐറ്റം മാസ്റ്ററിനകത്ത് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതും പർച്ചേസും മറ്റു കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇങ്ങനെയാണ്. അടുത്താണ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ്. നമുക്ക് അതിൻ്റെ അകത്ത് ഡീലർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷനുണ്ട്. അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡാറ്റ ആയിട്ട് ആ ഡീലറും അവർ തന്നിരിക്കുന്ന മരുന്നുകൾ, അതിൻ്റെ ഡേറ്റ്, അതിൻ്റെ ടോട്ടൽ ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അതെങ്ങനെ വേണമെങ്കിലും നമുക്കത് സോർട്ട് ചെയ്തെടുക്കാം. കാരണം പർച്ചേസ് ബില്ലിൻ്റെ അകത്ത് ഇത് മുഴുവനും നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്കത് സോർട്ട് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഓരോ ഡേറ്റിന് ഏതൊക്കെ ഡീലറാണ് മരുന്ന് തന്നിരിക്കുന്നത്, ആ മരുന്നുകൾ ഏതൊക്കെയാണ്, ഏത് മാനുഫാക്ചറുടെയാണ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണ്, വാങ്ങിയ വില എന്താണ്, വിൽക്കാൻ പോകുന്ന വില എന്താണ്, അതിൻ്റെ ഇൻവോയ്സ് നമ്പർ എന്താണ് എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കംപ്ലീറ്റ് സെർച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതൊരു അടിപൊളി ഒരു ഫീച്ചറാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വില വിവര പട്ടിക. നമുക്ക് സാധാരണ എല്ലാ കടകളിലും ഉള്ള പോലെ മരുന്ന് കടകളിൽ നമുക്ക് നമ്മുടെ യൂണിറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് അറിയേണ്ടത് ഒരു ആവശ്യമാണ്. അതിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് അപ്ഡേറ്റർ എടുക്കുക. അതിൽ നമുക്ക് പ്രൊഡക്റ്റ് നെയിം, കാറ്റഗറി, ഡീല്, മാനുഫാക്ചർ, MRP, വാങ്ങിച്ച വില, വിൽക്കുന്ന വില, എക്സ്പയറി ഡേറ്റ്, ഈ ക്രമത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു മരുന്ന് പ്രത്യേകമായിട്ട് ഒരു സ്പെസിഫിക് മരുന്ന് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ നീലക്കള്ളിയുടെ ഉള്ളിൽ നമ്മൾ ആ മരുന്നിൻ്റെ പേര് അടിച്ചിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ മരുന്ന് ഇവിടെ സെർച്ച് ചെയ്ത് വരുന്നതാണ്. ആ മരുന്ന് മാത്രമായിട്ട് നമുക്ക് പിന്നെ താഴെ കാണാം. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൈസ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ആ കള്ളിയിൽ ഏത് ലൈനാണോ സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്തിരിക്കുന്ന ലൈൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ആയിട്ട് നമുക്ക് അതിനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യുന്നതാണ്. ഷോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ മരുന്നുകളും വരും.
എന്നിട്ട് ഏത് മരുന്നാണോ സെലക്ട് ചെയ്യുന്നത് അത് ആ കള്ളിയിൽ മഞ്ഞ നിറത്തിലുള്ള കള്ളിയിൽ വന്നു കഴിയുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സെർച്ച് മോഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൈസ് എഡിറ്റ് ചെയ്യുന്നത്. പ്രൈസ് കാണുകയും ചെയ്യാം, ആൽഫബറ്റിക് റോഡ് സോർട്ടിംഗ് ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും സോർട്ട് ചെയ്യാം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ബിൽ ചെയ്യുന്ന മോഡ്യൂൾ. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ അതിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ഇപ്രകാരം ഒരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. നമ്മളെടുത്ത് കഴിയുമ്പോൾ നമ്മളെ ബില്ലെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ബിൽ നമ്പർ ഉണ്ട്, പേഷ്യൻ്റെ പേരുണ്ട്, ഡേറ്റ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ മെഡിസിൻസ് സെലക്ട് ചെയ്തിട്ട് ക്വാണ്ടിറ്റി എത്രയാണ് ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് അടിച്ചിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എമൗണ്ട് അവിടെ ആ ഫോക്കസ് വന്ന് നിൽക്കും. അവിടെ നിന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഡാറ്റയുടെ ടോട്ടൽ എമൗണ്ടിൽ അവിടെ വരും. അത് എമൗണ്ടിൻ്റെ കൂടെ ടാക്സ് ആഡ് ചെയ്ത് ടാക്സ് എമൗണ്ടിന് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ടോട്ടൽ വാല്യൂ വരുന്നത്. നമുക്കതിപ്പോൾ കാണാം. ഈ ക്രമത്തിലാണ് വരുന്നത്. നമ്മളൊന്നും അറിയേണ്ട, വളരെ അനായാസം നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്, നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പ്രൈസ് വേണമെങ്കിൽ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്തും കൊടുക്കാം. ഇപ്പോൾ ടാക്സ് എല്ലാം ഐറ്റം മാസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സിൻ്റെ റേഷ്യോ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വിഷയമല്ല. ഇല്ലാത്ത പക്ഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്തത് വേണ്ടാന്നുണ്ടെങ്കിൽ ആ കള്ളിക്കകത്ത് വരുമ്പോൾ സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എവിടെ നിന്നാണോ സ്റ്റോക്ക് വന്നിരിക്കുന്നത് ആ സ്റ്റോക്ക് മുഴുവൻ തിരിച്ച് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യുന്നതാണ് ഇൻവെൻട്രിക്കകത്തുനിന്ന്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ക്വിക്കായിട്ടുള്ള ബില്ലിംഗ് നമുക്കിതിനകത്ത് സാധ്യമാണ്. അത് കഴിഞ്ഞ ശേഷം ടോട്ടൽ എമൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ടൊക്കെ അടിച്ചിട്ട് പേയ്മെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് സേവ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബില്ല് വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഡോസ് പ്രിൻറ്റിങ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ബില്ല് കാണിക്കുന്നത്. ഇത് വിൻഡോസ് പ്രിൻറ്റിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ നമുക്ക് വിൻഡോസ് പ്രിൻ്റ് വേണമെന്നില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് പ്രിൻ്ററിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സെയിൽസ് ബില്ല്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ബില്ല് നമ്മൾ ഒരിക്കൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് എഡിറ്റ് ചെയ്യണം. അത് വളരെയധികം അത്യാവശ്യമായി നമ്മൾ എല്ലാ കടകളിലും കാണുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബില്ല് എഡിറ്റർ എന്ന സെക്ഷനിലേക്ക് പോകുന്നത്. അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു ബില്ല് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ബില്ല് പുതുതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ബില്ല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സെക്ഷനാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് ബില്ല് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ 2 ഐറ്റംസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് സേവ് ചെയ്തു. അതിനുശേഷം അത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നോക്കുകയാണ്. നമ്മൾ പ്രീവിയസ് ബില്ലിൻ്റെ അവിടെ പോയിട്ട് ഡയറക്റ്റായിട്ട് ഏത് ബില്ലാണോ നമുക്ക് വേണ്ടത്, ഏറ്റവും അവസാനത്തെ ബില്ലാണ് 8, ആ ബില്ല് സെലക്ട് ചെയ്തു. ഏതെങ്കിലും ഒരു ഐറ്റം വേണ്ടാന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് സ്റ്റോക്കിലേക്ക് പോകുന്നതാണ്. പിന്നെ വീണ്ടും നമ്മൾ ബില്ല് ക്ലോസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ബില്ല് പഴയതുപോലെ കാണാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷനിലേക്ക് തിരിച്ച് നമ്മുടെ ഇൻവെൻട്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ് ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. അതായത് ഒരു മരുന്ന് കടയിൽ നിന്ന് നമ്മൾ ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പോയി, ആ മരുന്ന് പിന്നീട് അയാൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ട് തരുമ്പോൾ ആ ബിൽ നമ്പർ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ആ ബിൽ നമ്പർ ത്രൂ നമുക്ക് ആ ബിൽ എഡിറ്ററിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഏത് മരുന്നാണോ ഇന്നത്തെ ദിവസം തിരിച്ച് വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ബാച്ച് നമ്പർ, അതിൻ്റെ ഐറ്റം, അത് തിരിച്ച് കൊണ്ടുതന്ന വ്യക്തി, പിന്നെ ഡേറ്റ്, ഏത് ഡേറ്റിലാണോ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത് ആ ഡേറ്റിൽ നമുക്കത് കാണാവുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇന്നത്തെ ട്രാൻസാക്ഷൻ അറിയാൻ പറ്റും, ഇതുവരെയുള്ള ടോട്ടൽ ട്രാൻസാക്ഷൻ അറിയാൻ പറ്റും എന്നുള്ള ഒരു ഫീച്ചർ നമുക്ക് ഈ ബില്ല് എഡിറ്ററിനകത്ത് ഉണ്ട്. അടുത്ത നമ്മൾ വിറ്റ സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ മരുന്നുകളാണ് വിറ്റിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സോൾഡ് മെഡിസിൻസിൻ്റെ സെക്ഷനകത്ത് അതിൻ്റെ അകത്ത് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പേര്, ക്വാണ്ടിറ്റി, ബാച്ച് നമ്പർ, യൂണിറ്റ് പ്രൈസ്, ടോട്ടൽ എത്രയാണ്, ഏത് കസ്റ്റമറാണ് കൊണ്ടുപോയത്, ഏത് ഡേറ്റിന് കൊണ്ടുപോയി എന്നുള്ളത് അറിയാൻ പറ്റും. അതല്ല എങ്കിൽ നമുക്ക് പേര് വെച്ച് സെർച്ച് ചെയ്യണമെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റും. ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. അടുത്തത് വിറ്റുപോയ മരുന്നുകളുടെ വേറൊരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതായത് ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ വിറ്റുപോയ മരുന്നുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ സോൾഡ് മെഡിസിൻസ് ബൈ ഗ്രൂപ്പ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മരുന്നും നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പ്രൊഡക്റ്റിൻ്റെ, ക്വാണ്ടിറ്റീൻ്റെ, ഡേറ്റുണ്ട്, കസ്റ്റമറുണ്ട്. ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടത്തെ ഭാഗത്തെ കള്ളിയിൽ നമുക്ക് കസ്റ്റമർ ഉൾപ്പെടെ അത് കൊണ്ടുപോയിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. വലത്തെ ഭാഗത്ത് ഓരോ മരുന്നും ഗ്രൂപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാനും കഴിയും. ഇനി നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്രകാരം സോർട്ട് ചെയ്ത് കിട്ടും.
അതല്ല പ്രോഡക്റ്റ് വൈസ് കസ്റ്റമർ വൈസ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഏതൊരു മരുന്ന് കടയിലും മരുന്നിന് ഒരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ആ മരുന്ന് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് അടിച്ച് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എക്സ്പയറി ഡേറ്റ് ഏതൊക്കെയാണ് മരുന്നുകൾ എന്നുള്ളത് നമുക്ക് കാണാനും കഴിയും. അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കാണാനും പറ്റും. ഇനി പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാനും പറ്റും. ഇതിപ്പോൾ ഡെമോ വേർഷൻ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനാണ് ഓഡിറ്ററിന് കൊടുക്കാനുള്ള പർച്ചേസ് റിപ്പോർട്ടും സെയിൽസ് റിപ്പോർട്ടും. നമ്മളിപ്പോൾ ആദ്യമേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സെക്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ പർച്ചേസ് റിപ്പോർട്ട് നമുക്ക് നോക്കാം. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവോയ്സ് നമ്പർ, കസ്റ്റമർ, ഡേറ്റ്, റേറ്റ്, CGST അതിൻ്റെ റേറ്റ്, SGST അതിൻ്റെ റേറ്റ്, അതിൻ്റെ ടോട്ടൽ എമൗണ്ട്. ഇത് നമ്മൾ ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റയായിട്ട് അത് ഓട്ടോമാറ്റിക്കലി സെർച്ചായിട്ട് വരുന്നതാണ്. നമ്മളൊന്നും അറിയണ്ട. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഏറ്റവും താഴെ വരും. നമുക്ക് വേണമെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. സെയിൽസ് റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ്. സെയിൽസ് ബിറ്റ്വീൻ 2 dates എടുത്ത് വെച്ചിട്ട് നമ്മൾ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്രകാരമാണ് വരുന്നത്.